നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. വനിതാ കമ്മീഷന്റെ മീഡിയ മോണിറ്ററിംഗ് കൂടുതൽ ശക്തമാക്കുമെന്ന് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. സ്ത്രീകൾക്കെതിരായി ഉയരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ വളരെ ഗൗരവത്തോടെ കമ്മീഷൻ പരിഗണിക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ഗാർഹിക പീഡനം, ദാമ്പത്യ പ്രശ്നം, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് കമ്മീഷന്റെ പരിഗണനയിൽ വന്നത്. സിറ്റിംഗിൽ പരിഗണിച്ച 71 പരാതികളിൽ 9 എണ്ണം തീർപ്പാക്കി. 6 പരാതികളിൽ പോലീസ് ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് റിപ്പോർട്ട് തേടി. 2 പരാതികൾ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് വിട്ടു. 54 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. വനിതാ കമ്മീഷൻ ഡയറക്ടർ ഷാജി സുഗുണൻ, അംഗം പി കുഞ്ഞായിഷ, അഭിഭാഷകരായ ജെമിനി, ജിഷ, കൗൺസിലർമാരായ സുദിന, സുനിഷ, അവിന എന്നിവരും പരാതികൾ പരിഗണിച്ചു. വോട്ടർ പട്ടികയുടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് പരിശീലനം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിശീലനത്തിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട സമഗ്ര ചർച്ചകൾ നടന്നു. SIR പ്രക്രിയകൾ ആരംഭിക്കുന്നതിന് മുമ്പ് കൃത്യമായ തയ്യാറെടുപ്പുകൾ ജില്ലയിൽ ആരംഭിക്കണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും സമഗ്ര വോട്ടർ പട്ടിക പുതുക്കൽ ബോധവൽക്കരണം നൽകണമെന്നും ഗ്രാമപഞ്ചായത്ത് തലത്തിൽ SIR അവബോധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും പൊതുജനങ്ങൾക്ക് SIRുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകാൻ സംവിധാനം ഒരുക്കണമെന്നും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം ഓരോ വോട്ടറുടെയും വീടുതോറുമുള്ള പരിശോധനയാണ് സമഗ്ര വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലൂടെ സാധ്യമാകുന്നത്. യോഗ്യരായ എല്ലാ പൗരന്മാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക, അനർഹരായവരെ ഒഴിവാക്കുക എന്നിവയാണ് പ്രത്യേക തീവ്ര പുതുക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിശീലന പരിപാടിയിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഗോപിക ഉദയൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി വിശ്വനാഥൻ, KC വത്സരാജൻ, അഡ്വക്കേറ്റ് AV അൻവർ, വിനോദ് പടനിലം, വകുപ്പ് തല പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സീനിയർ സൂപ്രണ്ട് V ദിലീപ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. അന്താരാഷ്ട്ര തീര ശുചീകരണ ദിനത്തിന്റെ ഭാഗമായി ജില്ലയിലെ കാപ്പാട്, എരൂൽ, ബേപ്പൂർ, ഗോദീശ്വരം ബീച്ചുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. സേവാ പർവ് 2025 അനുബന്ധിച്ച് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. കാപ്പാട് ബ്ലൂ ഫ്ലാഗ് ബീച്ചിൽ തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC, NSS യൂണിറ്റുകളും കാപ്പാട് ബീച്ചിലെ സ്റ്റാഫും ചേർന്നാണ് ശുചീകരണം നടത്തിയത്. പന്തലായിനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ഷരീഫ് അധ്യക്ഷനായി. മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചർ അണ്ടർ സെക്രട്ടറി പ്രേം പ്രകാശ് മൗര്യ, അനിരുദ്ധൻ, മൊയ്തീൻ കോയ, സുജിത്, ഗിരീഷ് ബാബു എന്നിവർ സംസാരിച്ചു. ഗോദീശ്വരം ബീച്ചിൽ കോർപ്പറേഷൻ സ്ഥിരം സമിതി ചെയർപേഴ്സൺ K കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. SPC യൂണിറ്റ്, ബേപ്പൂർ, GHSS എന്നിവർ നേതൃത്വം നൽകി. K സുരേഷ് സംസാരിച്ചു. ബേപ്പൂർ ബീച്ചിൽ T രാജിനി ഉദ്ഘാടനം ചെയ്തു. ബീച്ച് മാനേജർ P നിഖിൽ സംസാരിച്ചു. NSS യൂണിറ്റ്, മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. രാജ്യത്ത് ആദ്യമായി കേരളം സാംസ്കാരിക ടൂറിസം പോളിസി നടപ്പാക്കുകയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വടകര ഇരിങ്ങൽ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിൽ സംഘടിപ്പിച്ച ഔട്ട്ലുക്ക് റെസ്പോൺസിബിൾ ടൂറിസം കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്കാരം ചില്ലുകൾക്കകത്ത് പൂട്ടിവെക്കേണ്ടതല്ല, അത് പങ്കുവെക്കേണ്ടതും ആഘോഷിക്കപ്പെടേണ്ടതുമാണ്. ഓണക്കാലത്ത് ഓരോ തെരുവുകളും കലാകാരന്മാർക്ക് വേദികളായെന്നും ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ കേരളത്തെ ആസ്വദിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അവാർഡിന് അർഹരായ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ജൂറി ചെയർമാനും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ V വേണു പ്രഖ്യാപിച്ചു. 9 വിഭാഗങ്ങളിലായി 47 പേർ അവാർഡിന് അർഹരായി. അവാർഡ് ജേതാക്കൾക്കുള്ള ഉപഹാരവും സാക്ഷ്യപത്രവും മന്ത്രി സമർപ്പിച്ചു. ഔട്ട്ലുക്ക് പബ്ലിഷർ മീനാക്ഷി മേത്ത, SK സജീഷ്, ശ്രീ ധന്യ സുരേഷ്, സൊഹേൽ ഹാഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. പുറമേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ചരിത്ര പുസ്തകം പെരുമ പുറമേരിയുടെ നാട്ടുചരിതം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പ്രകാശനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP വനജ പുസ്തകം ഏറ്റുവാങ്ങി. ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ തുക വകയിരുത്തി പ്രത്യേക ശില്പശാല നടത്തിയാണ് ചരിത്ര രചനയ്ക്ക് തുടക്കമിട്ടത്. MT ദാമോദരൻ മാസ്റ്റർ, MB ഗോപാലൻ, സദാനന്ദൻ മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുറമേരിയുടെ വികസന ചരിത്രം കൂടി ഉൾപ്പെടുത്തിയുള്ള പുസ്തകം തയ്യാറാക്കിയത്. ഇതോടെ ജില്ലയിൽ പ്രാദേശിക ചരിത്രം എഴുതി തയ്യാറാക്കി പ്രസിദ്ധീകരിച്ച ഏക ഗ്രാമപഞ്ചായത്ത് എന്ന നേട്ടം പുറമേരിക്ക് സ്വന്തമായതായി പഞ്ചായത്ത് അവകാശപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിലക്ഷ്മി, ഡോക്ടർ ശശികുമാർ, TP സീന,
NM വിമല, ബിന്ദു പുതിയോട്ടിൽ, KM വിജിഷ, ബീന കല്ലിൽ, MM ഗീത, KK ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. NIT വേങ്ങേരിമഠം ചെട്ടിക്കടവ് റോഡിൽ നവീകരണം നടക്കുന്നതിനാൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതുവരെ 12ാം മൈൽ മുതൽ വേങ്ങേരിമഠം ജംഗ്ഷൻ വരെയും വേങ്ങേരിമഠം ജംഗ്ഷൻ മുതൽ വെള്ളന്നൂർ വരെയും ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. NIT ഭാഗത്തുനിന്ന് ചെട്ടിക്കടവ് ഭാഗത്തേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ കട്ടാങ്ങൽ, ചൂലൂർ, മൂഴാപ്പാലം വഴിയോ ചാത്തമംഗലം ഷാപ്പ്, വെള്ളന്നൂർ, പൂഴക്കോട് വഴിയോ പോകണം. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ ഓൺലൈനായി സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 20 വരെ അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പിലെ വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ വഴി സമർപ്പിക്കാം. തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി നൽകുന്ന BPL സർട്ടിഫിക്കറ്റ് ഉള്ളവർ, മാരക രോഗമുള്ളവർ, പട്ടികജാതി വിഭാഗക്കാർ, പരമ്പരാഗത മേഖലയിൽ തൊഴിലെടുക്കുന്നവർ, നിർധന ഭൂരഹിത ഭവനരഹിതർ, സർക്കാർ ധനസഹായത്തോടെ ലഭ്യമായ വീടുള്ളവർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണന ലഭിക്കും. വിവരങ്ങൾ താലൂക്ക് സപ്ലൈ ഓഫീസ് 049523748885, സിറ്റി റേഷനിംഗ് ഓഫീസ് നോർത്ത് 049523745565, സിറ്റി റേഷനിംഗ് ഓഫീസ് സൗത്ത് 049523748807, കൊയിലാണ്ടി താലൂക്ക് സപ്ലൈ ഓഫീസ് 049626202553, വടകര താലൂക്ക് സപ്ലൈ ഓഫീസ് 049625222472, താമരശ്ശേരി താലൂക്ക് സപ്ലൈ ഓഫീസ് 0495222430 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. കോഴിക്കോട് ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ UPS ബാറ്ററിക്ക് 65H 10 വോൾട്ട് 6 എണ്ണം, VLRA ബാച്ച് നമ്പർ 4X-ൽ 6 എണ്ണം കൊട്ടേഷൻ ക്ഷണിച്ചു. സെപ്റ്റംബർ 30 വൈകിട്ട് 3-നകം നേരിട്ടോ തപാൽ മുഖേനയോ സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് B ബ്ലോക്ക് താഴെ നില, സിവിൽ സ്റ്റേഷൻ കോഴിക്കോട് 673020 എന്ന വിലാസത്തിൽ നൽകണം. ഫോൺ 049523733179. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.